ഡോക്ടർമാർ നിങ്ങളുടെ ബ്ലഡ് ഒന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യ്, എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് മതി. അതോടുകൂടി ആ കൂട്ടുകുടുംബത്തിൻ്റെ മൊത്ത സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയാണ്. നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ദുആ ഒക്കെ ചെയ്തിരുന്നതാണ്. മറവിക്ക് വേണ്ടി ചെറിയ മറവി തുടങ്ങിയിട്ട് നാട്ടിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രെയിൻ ട്യൂമറായി മരണപ്പെട്ട നമ്മുടെ കായംകുളത്തുള്ള നാസർക്ക, അതുപോലെ തന്നെ ചെറിയ തലവേദന തുടങ്ങിയിട്ട് നാട്ടിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറായി മരണപ്പെട്ട ഓച്ചറയുള്ള നിഷാദ്, ചെറിയ ചുമയും തലവേദനയും ഒക്കെ തുടങ്ങി ഗൾഫിൽ നിന്നും നാട്ടിൽ പോയി ടെസ്റ്റ് നടത്തിയിട്ട് അവസാനം ക്യാൻസറായി മരണപ്പെട്ട പെരുമ്പാവൂരുള്ളൊരു സഹോദരൻ. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ അപകടത്തിൻ്റെയും മാരകമായ രോഗങ്ങളുടെയും അനുഭവങ്ങളുള്ളത്. അജ്വാ സലാത്ത് മജ്ലിസിൻ്റെ അഡ്മിൻ എന്ന രൂപത്തിൽ വ്യാഴാഴ്ചകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയുടെയും വേദനയുടെയും പകലുകളാണ്. അത്രയ്ക്ക് ദുആവസിയത്തുകളാണ് ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഹൃദയഭേദകമായ വാർത്തകളാണ്. ഒരു സഹോദരി, അവർ കുടുംബത്തോടെ ഗൾഫിൽ താമസിച്ചിരുന്ന, എനിക്ക് തോന്നുന്നത് ജിദ്ദയിൽ തന്നെ താമസിച്ചിരുന്ന സഹോദരിയാണ്. ചെറുതായിട്ട് ശ്വാസം മുട്ടൽ തുടങ്ങി അവസാനം നാട്ടിൽ പോയി വെല്ലൂരിലും ബാംഗ്ലൂരിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശ്വാസകോശം പൂർണ്ണമായും ദ്രവിച്ചു. ഒരു ദിവസം 24 മണിക്കൂറിൽ 23 മണിക്കൂറും ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്താലാണ് ആ സഹോദരി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവരുടെ കണ്ണീരിൽ കുതിർന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ദുആവസിയത്തുകളാണ് ഓരോ സമയത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിസാരമൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഇവരെല്ലാവരും. ജീവിതത്തിൻ്റെ സർവ്വ സന്തോഷങ്ങളെയും കെടുത്തിക്കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുന്നത്. ചെറുതായ ഡോക്ടർമാർ പറയുന്നതാണ് ഒന്ന് RCCയിലേക്ക് പോയെന്ന് സംശയമാണൊന്ന് ടെസ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി കിഡ്നി ഒന്ന് ടെസ്റ്റ് ചെയ്യ്. പിന്നീട് അറിയുന്നത് ആ കുടുംബത്തിൻ്റെ സർവ്വ നട്ടെല്ലും തകർത്തുകൊണ്ട് 25 ലക്ഷവും 30 ലക്ഷവും രൂപയുടെ രൂപത്തിലുള്ള മാരകമാണ് അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ. എത്രയെത്ര രോഗങ്ങളാണ് വ്യാഴാഴ്ച ഉസ്താദിൻ്റെ ദുആയിലൂടെ അള്ളാഹു ഷിഫയാക്കിയിട്ടുള്ളത്. ധാരാളം അനുഭവങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അയക്കാറുമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ എത്രയെത്ര കേസുകളാണ് രണ്ടാമത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോഴും അതല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് വരുമ്പോഴും ഒരു രോഗമില്ല എന്ന് കണ്ടെത്തിയിട്ട് ഡോക്ടർമാർ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ യാതൊരു വിപത്തിലും ചെന്നെത്താതിരിക്കാൻ, അപകടങ്ങളും മാരകരോഗങ്ങളും മഹാവിപത്തുകളും എല്ലാം അള്ളാഹു നമുക്ക് തടയാൻ, അസ്സദഖത്തു റദ്ദുൽ ബലായ, ദാനം ആപത്തുകളെ തടയുമെന്ന ഹദീസിന്റെ ആശയത്തിൽ നിന്നും അജ്വയുടെ പ്രവർത്തകർ ഈ ദീപകാരുണ്യങ്ങൾക്ക് പ്രവർത്തനത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത് വളരെ ലളിതമായൊരു മാർഗത്തിലൂടെയാണ്. ഉസ്താദിന്റെ നിർദ്ദേശാനുസരണം എല്ലാ ദിവസവും രാവിലെ 1 റിയാൽ വീതം അവരുടെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് മാറ്റിവെക്കുക. അങ്ങനെ 30 ദിവസമാകുമ്പോഴേക്കും നമ്മുടെ തസ്കിയത്ത് ക്ലാസ് എല്ലാ അറബി മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച നടക്കുന്നുണ്ട്. ആ സമയത്ത് വരുമ്പോഴേക്കും കൊണ്ടുവരിക. അങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് 1 റിയാൽ വീതം മാറ്റിവെച്ചിട്ട് കൊണ്ടുവന്ന് ഈ അജ്വാ കാരുണ്യത്തിന് കൊടുക്കുകയും അത് മുഖേന ധാരാളം തൊട്ട് മുന്നിലെത്തിയ അപകടങ്ങൾ ഒഴിവായ സന്ദർഭം വിവരിച്ച സഹോദരങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെയുണ്ട്, നമ്മുടെ ഈ സദസ്സിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഉദാരമതികളായ സഹോദരന്മാർ ചെയ്യുന്ന സഹായങ്ങളുടെ ഒക്കെ ബലത്തിലാണ് നമ്മൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിലെല്ലാം പരിശ്രമിക്കുന്ന നമ്മുടെ എല്ലാ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് നമ്മുടെ സജീവനായ സെക്രട്ടറി അനീസിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയും എല്ലാവരും ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സന്ദർഭോചിതമായ ഒരു കാര്യം, അറബി മാസത്ത് ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുവാനും അജ്വ ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 1 റിയാൽ മാറ്റിവെക്കുന്ന മഹത്തായ സദഖയിൽ പങ്കാളികളാകാനും സന്ദർഭോചിതമായി എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. സമയം അതിക്രമിച്ചതിനാൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം. 3ാമത്തെ അജ്വയുടെ മുദ്രാവാക്യമാണ് മനുഷ്യാവകാശ പ്രവർത്തനം. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിയുടെ നിയമ പോരാട്ടത്തിന് മറ്റ് സംഘടനകൾക്കൊപ്പം അജ്വ പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂരിൽ വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നിന്നും ആദ്യമായി മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിച്ചത്, ബാംഗ്ലൂർ കേസിൽ ഉൾപ്പെടുത്തിയ നിരപരാധിയായ പരപ്പനങ്ങാടി സക്കരിയയ്ക്ക് നിയമസഹായം ചെയ്തതുൾപ്പെടെയുള്ള ധാരാളം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും അജ്വ ചെയ്യുന്നുണ്ട്. അള്ളാഹു ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഇഖ്ലാസോടുകൂടി തുടരുവാനും അത് വിജയിപ്പിക്കുവാനും നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂബക്കർ ഖാസ്മിയുടെ നസീഹത്ത് നമ്മിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കുകയും ഈ രാത്രി മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ, ഖൈറിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഉപകരിക്കട്ടെ എന്നും വരുന്ന റമദാനെ പരിപൂർണമായും വരവേൽക്കാനും അത്
നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കത്തക്ക വിധത്തിൽ നമ്മോട് വിട പറഞ്ഞുകൊണ്ട് റമദാനെ യാത്രയാക്കാനും അള്ളാഹു നമ്മെ ഈ നസീഹത്ത് കൊണ്ട് സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൽ ജസാ. അടുത്തതായിട്ട് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ സുമയ്യ സക്കരിയ അൽ അമാനി. അദ്ദേഹം മക്ക അജ്വ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സദസ്സിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത മഹത്തുക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, അജയ്യനും പ്രതാപശാലിയുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാൻ കടന്നു വരുന്നതിന് മുന്നോടിയായി മഹത്തായ അജ്വ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുവാനും പങ്കെടുക്കുവാനും കഴിഞ്ഞത് വലിയ അനുഗ്രഹമാണ്. അജ്വയെ സംബന്ധിച്ചിടത്തോളം അജ്വ എന്താണെന്നും അതിൻ്റെ പ്രവർത്തന രീതി എന്താണെന്നുമൊക്കെ പ്രിയപ്പെട്ട ഷുക്കൂർ നിങ്ങളോട് വിവരിക്കുകയുണ്ടായി. ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മം മാത്രമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. എങ്കിലും ബറക്കത്തിനു വേണ്ടി 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുകയാണ്. അജ്വ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും മുന്നിലുള്ള പ്രമേയം ആത്മസംസ്കരണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാമൊക്കെ മുസ്ലിമീങ്ങളാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെയധികം അനുഗ്രഹം ചെയ്തവർ. മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടുക്കൽ നമ്മുടെ അമലുകളും നമ്മുടെ ജീവിതവുമൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ സംശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കണം. സ്വർഗത്തിൽ ഇടം ലഭിക്കണമെങ്കിൽ സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കണം. അത്തരം നല്ല ഹൃദയങ്ങളുള്ള സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ പ്രവാചകരായി മഹാനായ മൂസ നബിയെ അള്ളാഹു തിരഞ്ഞെടുത്തപ്പോൾ ഒരു വ്യക്തിയെ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അർശിൻ്റെ താഴ്ഭാഗത്ത് കാണുകയുണ്ടായി. മൂസ നബി വളരെ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, പടച്ചവനെ, എന്നെ നിന്റെ പ്രവാചകനായി നീ തിരഞ്ഞെടുത്തു. ഞാനിപ്പോൾ നോക്കുമ്പോൾ നിന്റെ അർശിൻ്റെ താഴ്ഭാഗത്തൊരു മനുഷ്യനിരിക്കുന്നുണ്ട്. ഇത്രയും വലിയ മഹത്വം ആ മനുഷ്യന് ലഭിച്ചതെങ്ങനെയാണ്? ആ മനുഷ്യൻ ആരാണ്? അല്ലാഹു തആല മൂസ നബിക്ക് മറുപടി കൊടുത്തു, മൂസ, ആ മനുഷ്യൻ ഒരു അടിമയാണ്, എൻ്റെ അടിമയാണ്. അദ്ദേഹത്തിന് വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റ് മുസ്ലിമീങ്ങളോട്, മറ്റ് വ്യക്തികളോട് യാതൊരു വിരോധവും വെച്ച് പുലർത്താത്തത് കൊണ്ടാണ്. എല്ലാവരെയും നല്ല മനസ്സോടുകൂടി കാണുന്നത് കൊണ്ടാണ്. അദ്ദേഹം ഏഷണിയുമായിട്ട് നടക്കാത്തത് കൊണ്ടാണ്. അക്കാരണം കൊണ്ടാണ് അർശിൻ്റെ താഴ്ഭാഗത്ത് അദ്ദേഹത്തിന് സ്ഥാനം നൽകിയത്. ഇങ്ങനെ ചരിത്രം പരതിയാൽ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തുമായി ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഇപ്പോൾ നിങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ അവകാശിയായ ഒരു മനുഷ്യൻ കടന്നു വരും. സ്വഹാബത്ത് വീക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ കടന്നു വരുന്നു. തൻ്റെ ഇടത്തെ കയ്യിൽ ഒരു അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നു സാധാരണ ചെയ്യുന്ന അമാലുകളൊക്കെ ചെയ്തിട്ട് തിരിച്ചുപോയി.
പിറ്റേ ദിവസവും ബഹുമാനപ്പെട്ട സ്വഹാബത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ അവകാശിയായ ഒരാളെ കാണാൻ പറ്റും, ഒരാൾ കടന്നു വരും. സഹാബത്ത് നോക്കിയിരിക്കുമ്പോൾ ആദ്യം വന്ന ആൾ തന്നെ രണ്ടാമത്തെ ദിവസവും വരുന്നുണ്ട്. അദ്ദേഹം സാധാരണ ആദ്യം വന്നതുപോലെ തന്നെ വരുന്നു, ചെറിയ അമലുകൾ ചെയ്യുന്നു, പോകുന്നു. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, ഇപ്പോൾ സ്വർഗത്തിൻ്റെ അവകാശിയായ ഒരു മനുഷ്യൻ കടന്നു വരും. സ്വഹാബത്ത് നോക്കിയിരിക്കുമ്പോൾ 2 ദിവസം വന്ന വ്യക്തി തന്നെ മൂന്നാമത്തെ ദിവസവും വന്നു. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു അത്ഭുതം. എന്താണ് ഇയാളുടെ അമല്? എങ്ങനെയാണ് ഇദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാകുന്നത്? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു തആല അൻഹു ഈ സാധുവായ മനുഷ്യൻ്റെ കൂടെ കൂടി. എന്നിട്ട് പറഞ്ഞു, സഹോദര, 3 ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ പ്രവേശിക്കില്ല. എൻ്റെ ബാപ്പായുമായി ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് വീട്ടിൽ കടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഒരവസരം 3 ദിവസം എനിക്ക് തരണം. ആ സാധു മനുഷ്യൻ പറഞ്ഞു, എന്നോടൊപ്പം വന്ന് താമസിച്ചോ, കുഴപ്പമില്ല. അങ്ങനെ 3 ദിവസം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു തആല അൻഹു ഈ സാധുവായ സ്വഹാബി വര്യൻ്റെ വീട്ടിൽ കൂടി. 3 ദിവസവും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മൊത്തവും വീക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. 3 ദിവസം വീക്ഷിച്ചിട്ടും പ്രത്യേകമായ ഒരു അമലും അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞില്ല. 3 ദിവസം നോക്കിയിട്ടും വല്ലാതെ ഇബാദത്ത് ചെയ്യുന്നതൊന്നും കണ്ടില്ല. അവസാനം ആ മനുഷ്യനോട് ചെന്നിട്ട്, സാധാരണ സാധുവായി ജീവിച്ച ആ സ്വഹാബിയോട് ചെന്നിട്ട് വിവരം പറഞ്ഞു, സഹോദര, ഞാൻ എൻ്റെ പിതാവുമായിട്ട് തെറ്റിയതൊന്നുമല്ല. നിങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. എന്താണ് അതിന് കാരണം? നിങ്ങൾ എന്ത് അമലാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം കൂടിയതാണ്. ബഹുമാനപ്പെട്ട ആ സ്വഹാബി വര്യൻ പറഞ്ഞ മറുപടി, എൻ്റെ അടുക്കൽ ഒന്നുമില്ല, പക്ഷേ ഞാനൊരു മനുഷ്യനോടും അസൂയ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഹെഖദ് വെച്ചുകൊണ്ട്, മനുഷ്യനോട് ഗശ് വെച്ചുകൊണ്ട്, മനുഷ്യനോട് ദേഷ്യം വെച്ചുകൊണ്ട്, മനുഷ്യനോട് പോര് വെച്ചുകൊണ്ട് ഒരു മുസ്ലിമിനോട് ഞാൻ പെരുമാറാറില്ല. എല്ലാവരെയും ഏകോദര സഹോദരന്മാരായി കാണുന്നു. എല്ലാവരും സ്വർഗത്തിൻ്റെ അവകാശികളാകണമെന്ന് ആഗ്രഹിക്കുന്നു. യാതൊരു വിരോധവും ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു മുസ്ലിമിനോടില്ല. ആ ഒരു കാര്യം മാത്രമേ എന്നിലുള്ളൂ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കിയത്. നിങ്ങളുടെ ഹൃദയം അത്ര കണ്ട് നല്ലതായിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയായത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ, നാമൊക്കെ ഈ പവിത്രമായ റമളാൻ മാസം കടന്നു വരുന്നതോടുകൂടി സംശുദ്ധമായ ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉടമകളായി തീരണം. നമുക്കൊരു മനുഷ്യനോടും ഒരു മുസ്ലിമിനോടും പോര് പാടില്ല, വെറുപ്പ് പാടില്ല. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. നാം എപ്പോഴും ദുആ ചെയ്യുന്നൊരു ദുആയാണ്. നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ഖതീബുമാർ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ഗില്ലിനെ ആക്കരുതേ, പോരിനെ ആക്കരുതേ, പരസ്പരം വിദ്വേഷത്തെ ആക്കരുതേ, ദേഷ്യത്തെ ആക്കരുതേ. അപ്പോൾ നാം ദുആ ചെയ്ത് നമുക്ക് സംശുദ്ധമായൊരു ഹൃദയമുണ്ടാകണം. അതിനുതകുന്ന ഒരു ക്ലാസ് ആയിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തെ, ഈ വേദിയെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔപചാരികതകൾ അധികമാകാതിരിക്കാൻ വേണ്ടി മറ്റുള്ള പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാവരും പണ്ഡിതന്മാരാണ്, ഒരുപാട് പണ്ഡിതന്മാരിപ്പുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ സദസ്സ് ആദരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൽ-ഹാഫിദ് എ പി അബൂബക്കർ അൽ കാസിമിയെ ആദരിക്കുന്നതിനായി, ഒരു സ്വീകരണം കൊടുക്കുന്നതിനായി ജിദ്ദ അജ്വ കമ്മിറ്റിയുടെ ഓർഗനൈസർ അബ്ദുൾ റഷീദ് ഓയിൽ അവരുടെ ഹാർദപൂർവ്വം ക്ഷണിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
വലില്ലാഹിൽ ഹംദ്. അതുപോലെ അജ്മയുടെ ജീവകാരുണ്യ ഒരു കവർ ഇവിടെയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇ പി അബൂബക്കർ ഖാസിമി ഉസ്താദ് അവറുകൾ തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഹാരിസ് കട്ടച്ചിറ എക്സിക്യൂട്ടീവ് അംഗം അജ്മ കമ്മിറ്റിയെ ഹാർദവമായി ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. അടുത്തതായി അൽ അൻവാർ ജാമിയ അൻവാർ പള്ളിശ്ശേരിക്കൽ അൻവാർ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിൻ്റെ ഒരു കവർ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്നെ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി ശാസ്താംകോട്ട ഉപദേശ സമിതി അംഗം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നു. ഉപകർമ്മങ്ങളോ ഉപസംഹാരങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ചടങ്ങിലേക്ക് നമ്മളുടെ ഏവരും കാതോർത്ത് നിൽക്കുന്ന നമ്മളുടെ കൈരളിയുടെ ഇസ്ലാമിക കൈരളിയുടെ അഹങ്കാരമായ ഇ പി അബൂബക്കർ അൽ ഖാസിമി ഉസ്താദ് അവറുകളെ ഊഷ്മളമായി ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ ഇൽമിൽ വർധനവ് നൽകട്ടെ, അദ്ദേഹത്തെ കൊണ്ട് നമുക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ജഅല ശഹ്റ റമളാന സയ്യിദശ് ശുഹൂർ وأوجب علينا تعظيمه وتوقيره فوجب أحمده سبحانه وتعالى وأستغفره وأشهد أن لا إله إلا الله وحده لا شريك له ولا ضد له ولا ند له ولا وزير له ولا شبيه له جل وعلا ما اتخذ صاحبة ولا ولدا وأشهد أن سيدنا ونبينا ومولانا محمدًا عبده ورسوله الداعي إلى سبيل ربه بالموعظة الحسنة صلى الله على محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري
واحلل عقدة من لساني يفقه قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സമാദരണീയരായ ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമ്മറാക്കളെ, വിശിഷ്ടാതിഥികളെ, വിശിഷ്യ അജിവയുടെ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും എന്നെ ശ്രവിക്കുന്ന നല്ലവരും ദീനി സ്നേഹികളുമായ സഹോദരി സഹോദരങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഏവരുടെയും പാപങ്ങളെ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ നല്ല രാവിൽ, ശഅബാനിൻ്റെ രാവിൽ, റമളാനിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായി ഇസ്തിഖ്ബാലു റമളാൻ, കൈഫ നസ്തഖ്ബിലു റമളാൻ, എങ്ങനെയാണ് റമളാനിനെ വരവേൽക്കേണ്ടത് എന്ന് അറിയുവാനും കേൾക്കുവാനും ആവേശത്തോടുകൂടി ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് അല്പസമയം അടർത്തിയെടുത്ത് അള്ളാഹുവിന് വേണ്ടി നൽകിയ നല്ലവരായ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അർശിൻ്റെ തണൽ നൽകി നമ്മളെ സഹായിക്കുമാറാകട്ടെ. പാപങ്ങളെയെല്ലാം പരിപൂർണമായി നമ്മിൽ നിന്ന് ഒഴിവാക്കി പാപമുക്തമായ ജീവിതം നയിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കി ജീവിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിപാടിയും ഈ പ്രഭാഷണവും ഇഖ്ലാസോടുകൂടി പറയുവാനും കേൾക്കുവാനും അത് പാഴായി പോകാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമളാനിന് മുന്നോടിയായി നടത്തുന്ന ഒരു പ്രഭാഷണം, കൂട്ടത്തിൽ അജ്വയെ പരിചയപ്പെടുത്തൽ. ഈ വിനീതൻ ഉംറയ്ക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും ഒരു സന്ദർഭവും കിട്ടിയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 വർഷത്തിന് മുമ്പ് ഹജ്ജിന് വന്ന സമയത്ത് ജിദ്ദയിലൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. ചില ആളുകൾ മരണപ്പെട്ടു പോയി. നമ്മുടെ അബൂ സിനാൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു സ്വർഗ്ഗലോകം അദ്ദേഹത്തിന് സമ്മാനമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കളെയും കുടുംബത്തെയും എല്ലാം അള്ളാഹു ഏറ്റെടുത്ത് ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നുമില്ലാത്ത നിലയിൽ അള്ളാഹു അവരുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരുപാട് പേരുടെ മരണപ്പെട്ടവരുടെയൊക്കെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറയുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരനുഭവിച്ച ത്യാഗത്തിൻ്റെയും വേദനയുടെയും പേരിൽ അവരുടെ ബർസഖിയായ ജീവിതത്തിൽ എല്ലാവിധ ആനന്ദവും ആഹ്ലാദവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബ ജീവിതത്തിൽ അവരുടെ കുടുംബക്കാരെ അള്ളാഹു ഏറ്റെടുത്ത് എല്ലാ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കരകയറ്റുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ പരിശുദ്ധമായ ഒരു ഉംറ കർമ്മത്തിന് വേണ്ടി വന്നപ്പോൾ ഇതുപോലുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്പസമയം സംസാരിക്കലും നിങ്ങളുമായി പരിചയപ്പെടലും ഒരു വല്ലാത്ത ഒരു അനുഭൂതിയും ഒരു സന്തോഷവും ആണ്. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ പഠിച്ചു പൊളിച്ച് നമുക്കിങ്ങനെ വലിയൊരു പ്രഭാഷണം നടത്താനോ കേൾക്കാനുള്ള സാഹചര്യങ്ങളല്ല. പ്രത്യേകിച്ച് UAE പോലെ അല്ലല്ലോ ഈ നാട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്കെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രഭാഷണവും ഈ ഒരുമിച്ച് കൂടലും ഒത്തുചേരലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അലൈക സമഉ വത്വഅ ഫി ഉസ്രിക വയുസ്രിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് സന്തോഷമുണ്ടായാലും, എന്ത് പ്രശ്നമുണ്ടായാലും അധികാരികളെയും മേലധികാരികളെയും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരും പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആര് പറഞ്ഞാൽ നമ്മളത് കേൾക്കണം, അനുസരിക്കണം. സമഅന അത്അന. അപ്പോൾ നിയമം, ആ നിയമത്തിനെ അനുസരിച്ച് കൊണ്ടുവേണം ജീവിക്കാൻ. എവിടെയായാലും ശരി, എവിടെയായാലും, ലോകത്ത് ഏത് ഭാഗത്തായാലും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നിയമവും നമ്മൾ പരിഗണിക്കണം, നമ്മുടെ ജോലിയും നമ്മൾ പരിഗണിക്കണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് അല്പസമയം സംസാരിച്ച് ദുആ ചെയ്ത് നമുക്ക് സന്തോഷമായി പിരിയാം. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആകുമ്പോൾ 10-12 മണി വരെ 1 മണി വരെയൊക്കെ ഇങ്ങനെ പ്രസംഗം കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം, നാളെ അവധിയാണെന്ന് പറയുന്നു. ചിലർക്ക് അവധി ഉണ്ടാവും, ചിലർക്ക് അവധി ഉണ്ടാവില്ല. ഡ്രസ്സുകൾ കഴുകണം, എത്രയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ അപേക്ഷിച്ചിടത്തോളം
രാത്രി പ്രസംഗിക്കുക, പകൽ പോയി കിടന്നുറങ്ങുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ നിങ്ങളെ അപേക്ഷിച്ചിൽ അങ്ങനല്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ കവർന്നെടുക്കാതെ അല്പസമയം അൽഹംദുലില്ലാ എന്തെങ്കിലും എനിക്കും നിങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പോകാം. മൊത്തത്തിൽ നമുക്ക് ദുആയാണ് നമ്മുടെ മജ്ലിസ് കൊണ്ടുള്ള ഉദ്ദേശം. അല്ലാഹു അത് ഖബൂലാക്കുമാറാകട്ടെ. ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ ദുആയ്ക്ക് വേണ്ടി വിനീതനെ വിളിച്ചു പറയുകയും നാട്ടിൽ പരിപാടി പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ലൈവായിട്ട് അത് നിങ്ങൾ കാണുകയും ചെയ്യുമ്പോഴൊക്കെ പ്രവാസികളെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞ് ദുആ ചെയ്യാറുമുണ്ട്. പ്രവാസികൾക്ക് വേണ്ടി അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു അനുഭൂതിയുടെ പ്രഭാഷണങ്ങളും നടത്താറുണ്ട്. അതൊക്കെ നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായി അല്പസമയമെങ്കിലും ഒന്ന് പങ്കിടാമെന്നുള്ള നിയ്യത്തോടു കൂടി എത്തിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ വിളിച്ചവരെയും എന്നെ കൊണ്ടുവന്നവരെയും ഇതിനുവേണ്ടി സഹകരിച്ചവരെയും എനിക്ക് വേണ്ടി ഒരുമിച്ചുകൂടിയ നിങ്ങളെ എവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിന് 2 മാസം മുമ്പേ തന്നെ തയ്യാറെടുപ്പ് നടത്തും. നമ്മൾ റമളാനിന് 2 ദിവസം മുമ്പാണ് നമ്മൾ തയ്യാറെടുപ്പ് നടത്താറുള്ളത്. മറ്റന്നാൾ നോമ്പാണ്, കാരക്ക വാങ്ങണ്ടേ, പാല് വാങ്ങണ്ടേ, മാവ് വാങ്ങണ്ടേ, സമൂസ ഉണ്ടാക്കാനുള്ള ബീഫ് വാങ്ങണ്ടേ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന 2 ദിവസം മുമ്പ് ചർച്ചയാണ്. അതും ഇബാദത്ത്